ഹലോ ഹലോ ഡോക്ടറെ ഒന്ന് പെട്ടെന്ന് വരാവോ? ആ അപ്പച്ചന് അല്പം കൂടുതലാണ്. ആ പ്രശ്നമില്ല, ഞാൻ വരാം ഉടനെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. എൻ്റെ പേര് KJ തോമസ്. ഞാൻ ഒരു ഡോക്ടറാണ്. നാട്ടുകാർ എന്നെ കായ്ത്തറ ഡോക്ടർ എന്ന് വിളിക്കുന്നു. കായ്ത്തറ എന്നത് എൻ്റെ വീട്ടുപേരാണ്. കണ്ണൂർ ജില്ലയിലെ തേർത്തലി എന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നു. ഞാനിപ്പോൾ പോകുന്നത് സ്നേഹഗിരി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു വൃദ്ധമന്ദിരത്തിലേക്കാണ്. അവിടെ നിന്നാണ് എന്നെ ഇപ്പോൾ വിളിച്ചത്. 50ഓളം അന്തേവാസികൾ അവിടെയുണ്ട്. നമുക്ക് പോകാം. KLO 8607 എന്ന 72 മോഡൽ ജീപ്പിൽ തോമസ് ഡോക്ടർ തൻ്റെ ഈ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷത്തോളമായി. സന്തത സഹചാരിയായി കൂടെയുള്ള ഈ വാഹനം ഇന്ന് അദ്ദേഹത്തെ സമൂഹത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു അടയാളമായി മാറിക്കഴിഞ്ഞു. എന്നാൽ കായ്ത്തറ ഡോക്ടർ എന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ തോമസ് ഡോക്ടർ ഇന്ന് ഏവർക്കും പ്രിയപ്പെട്ടവനാകുന്നത് അദ്ദേഹത്തിൻ്റെ വൈദ്യ ശുശ്രൂഷ രംഗത്തെ വേറിട്ട പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇത് കാരുണ്യഭവനാണ്. സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനമാണിത്. സ്നേഹഗിരി സിസ്റ്റേഴ്സിന് ഏകദേശം 9ഓളം സ്ഥാപനങ്ങൾ തലശ്ശേരി രൂപതയിലുണ്ട്. കൂടുതലായിട്ടും ഞങ്ങൾ സേവനം ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമാണ് ഞങ്ങളുടെ സേവന രംഗം. കാരുണ്യഭവനിൽ ഏകദേശം 25ഓളം അപ്പച്ചന്മാരും 35ഓളം അമ്മച്ചിമാരുമാണുള്ളത്. ഞങ്ങൾ സിസ്റ്റേഴ്സ് 4 പേരാണ് ഇവിടെ സേവനം ചെയ്യുവാനായിട്ടുള്ളത്. അവരിൽ കൂടുതൽ പേരും തീർത്ത് വയ്യാത്തവരായിട്ട് 10-12 പേരോളമുണ്ട്. ഇവരെല്ലാം ശുശ്രൂഷിക്കുന്നത് സിസ്റ്റേഴ്സ് തന്നെയാണ്. പുറത്തുനിന്ന് വേറെ ആരും ഇവിടെ വരാറില്ല. പാവപ്പെട്ടവരും അനാഥരുമായ ആൾക്കാരെയാണ് ഇവിടെ നോക്കുന്നത്. പിന്നെ ഞങ്ങൾക്കിവിടെ കാര്യമായിട്ട് ഡോക്ടേഴ്സിൻ്റെ സേവനമൊന്നും ലഭ്യമല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് കായ്ത്തറ ഡോക്ടർ ഇവിടെ വരുവാനും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈ രോഗികളെ നോക്കുവാനായിട്ട് വരാനുള്ള വലിയ സന്മനസ് കാണിച്ചത്. അത് ഡോക്ടർ ഇപ്പോൾ 25 വർഷമായി. ഈ വർഷം ജൂബിലി വർഷമാണ് ഇവിടെ വരുന്നതിൻ്റെ. 25 വർഷമായി ഇവിടെ വന്ന് ഇവരുടെ ഡോക്ടേഴ്സിൻ്റെ സേവനം ഞങ്ങൾക്കിവിടെ ലഭ്യമാകാൻ തുടങ്ങിയിട്ട്. സേവനം എന്ന വാക്കിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് പാവപ്പെട്ടവരിൽ ദൈവത്തെ കണ്ട് തൻ്റെ ജീവിതം വഴി അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ തോമസ്. അനേക വർഷങ്ങളായി ആരോരുമില്ലാത്ത ഈ അഗതികൾക്ക് സൗജന്യമായ വൈദ്യസേവനവും മരുന്നുകളും നൽകി പോരുകയാണ് ഇദ്ദേഹം. എൻ്റെ വീടിനടുത്തുള്ള 4 വൃദ്ധസദനങ്ങളിൽ ഞാൻ സൗജന്യമായി ചികിത്സ നടത്തുന്നുണ്ട്. അതിൽ 3 സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിൻ്റെ വകയാണ്. 1 ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ. അവിടെയുള്ള അന്തേവാസികളെ എൻ്റെ സമയവും സൗകര്യവും പോലെ ഞാൻ വരികയാണ്. സാധാരണ വൈകിട്ടാണ് വരുന്നത്. എൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഉള്ള സമയം, അതായത് ഒരു 6 മണിയോടുകൂടി വന്നിട്ട് 9-9:30 വരെ ഇരിക്കും. ചിലപ്പം 10 ആവുന്നുണ്ട് ചില ദിവസങ്ങളിൽ. ഇതിനോടകം എല്ലാവരെയും നോക്കും. ആരെയും നോക്കാതിരിക്കില്ല. തിരക്കിട്ട് നോക്കുന്ന പ്രശ്നമില്ല. ആ നോക്കുന്നതിൻ്റെ പേരിൽ
എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷനാണ് എൻ്റെ ലക്ഷ്യം. അതെന്ത് ചെയ്താലും എത്ര സമയം എടുത്താലും ഇനി ഒരു ദിവസം കൊണ്ട് അത് തീർന്നില്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസം കൂടെ വരാനും ഞാൻ സന്നദ്ധനാണ്. അങ്ങനെ പല പ്രാവശ്യം വന്നിട്ടുമുണ്ട്. പക്ഷേ അവിടുത്തെ രോഗികൾക്കും സംതൃപ്തി ഉണ്ടാവണം, എനിക്കും ഉണ്ടാവണം. അതാണ് എൻ്റെ ലക്ഷ്യം. അവരെ നോക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരും ഒരു 50-60 വയസ്സിന് മുകളിലുള്ളവരാണ്. എല്ലാവർക്കും ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് പ്രഷറുണ്ട്, ഷുഗറുണ്ട്, പിന്നെ അങ്ങനെ ഓരോരോ അസുഖങ്ങളായിട്ടുള്ളവരുണ്ട്. നടുവേദനയുണ്ട്, മുട്ടുവേദന, ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലുള്ളതൊക്കെ ഉണ്ട്. ഇതെല്ലാം നോക്കി അവർക്കെല്ലാം മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ അവിടെ സിസ്റ്റേഴ്സ് അവർ നോക്കിക്കോളും. ബാക്കി ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് അത് ക്വാളിഫൈഡ് സിസ്റ്റേഴ്സ് തന്നെ എല്ലായിടത്തും വേണമെന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു കാര്യമാണത്. അവർ നോക്കും, എനിക്ക് ഫോണിൽ കോൺടാക്റ്റ് ചെയ്യും. എന്തെങ്കിലും ആവശ്യം, ഇനി ഒരാളുടെ പ്രഷർ കൂടുതലാണ് എന്നാ കൊടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റും. കാരണം ഇവിടെ ഇരിക്കുന്ന മരുന്നുകളൊക്കെ എനിക്ക് നല്ല നിശ്ചയമുണ്ട് എന്തൊക്കെയാണെന്നുള്ളതും ഇന്നത് കൊടുക്കുമെന്നും പറഞ്ഞ് അങ്ങനെ ഏത് സമയവും എല്ലാ സമയവും തന്നെ അത് അങ്ങനെ മാനേജ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഈ ക്വാളിഫൈഡ് സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണമെന്നുള്ളത്. കാരുണ്യഭവനിലെ തോമസ് ഡോക്ടറിൻ്റെ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് 25 വർഷത്തിൻ്റെ ആരംഭം കുറിക്കുമ്പോൾ തോമസ് ഡോക്ടറിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ കാരുണ്യഭവനിലെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഏതാവശ്യങ്ങളിലും ഡോക്ടർ ഞങ്ങളോടൊപ്പമുണ്ട്. എൻ്റെ പേഴ്സണലായിട്ട് ഡോക്ടറെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാർക്കും അനുഭവപ്പെടുന്ന ഏത് രോഗാവസ്ഥയിലും ഇപ്പം ഫോണിലൂടെ പോലും ആണെങ്കിലും ഡോക്ടറിനെ വിളിച്ചാൽ ഡോക്ടർ ഉടനെ അതിനുള്ള മരുന്ന് പറഞ്ഞു തരികയും ഞാനത് കൊടുക്കുകയും ജസ്റ്റ് അവർക്ക് ആ ഫോണൊന്ന് കൊടുത്താൽ അവരുടെ രോഗം അതോടെ മാറുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത്. ഡോക്ടറുമായിട്ട് ഇവിടെയുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും അത്രയധികം ആത്മബന്ധമാണുള്ളത്. അതുപോലെ കാരുണ്യഭവനിൽ ഇവിടെ ഇപ്പം 35ഓളം അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇപ്പോൾ ഉണ്ട്. അപ്പം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒത്തിരി മരുന്നുകൾ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ആവശ്യമാണ്. അപ്പോൾ ഡോക്ടർ ഒരു പ്രതിഫലവും കൂടാതെ ആവശ്യത്തിനുള്ള മരുന്നുകൾ ഞങ്ങൾക്ക് കൊണ്ടുത്തരികയും ഏതാവശ്യങ്ങളിലും ഡോക്ടർ ഇവിടെ എത്തുകയും അതുപോലെ മുടങ്ങാതെ എല്ലാ മാസവും 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ വന്ന് അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും പരിശോധിച്ച് ഇവരോട് വർത്തമാനം പറഞ്ഞ് ഇവരുടെ എല്ലാ ആരോഗ്യസ്ഥിതിയിലും ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഡോക്ടർ ഞങ്ങൾക്ക് നിസ്വാർത്ഥമായ സേവനം ചെയ്തു തരുന്നു. മരുന്നുകളെ പറ്റി പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മരുന്നുകൾ ലയൺസ് ക്ലബ്ബ് വഴി കിട്ടുന്ന മരുന്നുകളുണ്ട്. പിന്നെ പല കമ്പനികളുടെയും സാമ്പിൾ എനിക്ക് ഇതിനായിട്ട് കിട്ടുന്നുണ്ട്. സാമ്പിൾ ഇങ്ങനെയുള്ള വൃദ്ധസദനങ്ങളിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ പല കമ്പനിക്കാരും എനിക്ക് തരുന്നുണ്ട്. ആ മരുന്നുകളൊക്കെ അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹരവാണ്. അത് വേറെ ഒരു വിധത്തിൽ ഒരിടത്തും പോവുകയില്ല മരുന്ന്. അത് തരുന്ന പല കമ്പനികളെ ചില കമ്പനികൾ പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ പേര്. ഒന്ന് ബ്ലൂ ക്രോസ്, പിന്നെ AFD, ഫ്രാങ്കോ ഇന്ത്യൻ തുടങ്ങിയ കമ്പനികൾ, സുമേജസ്, സുമൈക്ക്, ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം അവരുടെ അത് അവരുടെ മാത്രമല്ല മരുന്ന് അവർ തരുന്ന ഈ റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നവർ. ഞാൻ അവരുടെ ഒന്നും പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അവരുടെ ഫ്രണ്ട്സിൻ്റെയും കൂടെ കളക്ട് ചെയ്ത് വേറെ പല പല കമ്പനികളുടേതും പക്ഷേ അവരെന്നെ അവരുടെ കമ്പനിയുടെ മരുന്നുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിലും ഈ വൃദ്ധമന്ദിരങ്ങളിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അവർ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് മരുന്നിന് ഇവിടെ കൊണ്ടുവരുന്നതിന് യാതൊരു ക്ഷാമവും തോന്നിയിട്ടില്ല. ഏതെങ്കിലും മരുന്ന് ആവശ്യമുള്ളതായിട്ട് തോന്നി കഴിഞ്ഞാൽ അന്നേരം ഞാനത് വാങ്ങും. അതിൻ്റെ ബില്ല് എനിക്ക് റീഫണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ക്ലബ്ബുകളിൽ നിന്ന്. ഈശോയുടെ കരുണാർദ്രമായ സ്നേഹം പാവപ്പെട്ടവർക്കും അനാഥർക്കും പകർന്നു നൽകാൻ 1969 ബഹുമാനപ്പെട്ട അബ്രഹാം കൈപ്പൻപ്ലാക്കൽ അച്ചനാൽ സ്ഥാപിതമായ സന്യാസിനി സമൂഹമാണ് സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സ്. അനേകം ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് തങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇന്നവർ ശുശ്രൂഷിക്കുന്നു. പൂർണ്ണമായി ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഇവർക്ക് ദൈവം തന്നെ നൽകിയ ഒരു സഹായകനാണ് ഈ തോമസ് ഡോക്ടർ. സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിൻ്റെ 3 സ്ഥലവും വളരെ നീറ്റായിട്ട് തന്നെയാണ് അവരെ നോക്കുന്നത്. നമ്മൾ വീട്ടിലെ കാർന്നോന്മാരെ നോക്കുന്നതിനേക്കാട്ടിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ അതിന് ദൃക്സാക്ഷിയാണ്. എപ്പോൾ ചെന്നാലും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ മുറി കിടക്കുന്നതും അവരെ നോക്കും. പിന്നെ ഇതിലെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, സിസ്റ്റേഴ്സ് ഇവരുടെ പാപ്പന്മാരുടെ അല്ലെ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ സ്വന്തം അപ്പനോൻ്റെ അടുത്തല്ലേ അമ്മയുടെ അടുത്തല്ലേ വല്യപ്പൻ്റെ അടുത്തൊക്കെ പെരുമാറുന്ന രീതിയിലും അത്ര സ്നേഹത്തോടും വളരെ കാര്യമായിട്ടുമാണ് അവരോട് പെരുമാറുന്നതും ആ പെരുമാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്.
ഇത് വർഷങ്ങളായിട്ട് കാണുന്നതായതുകൊണ്ട് എനിക്ക് വളരെ ആധികാരികമായിട്ട് തന്നെ ഇത് പറയാൻ പറ്റും. അതൊരു വലിയ നേട്ടമാണ്. ഇവർ ഈ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, എല്ലാവരെ കൊണ്ടും പറ്റില്ല. ഇവരുടെ ജീവിതത്തിലുള്ള സകല സുഖങ്ങളും ത്യജിച്ച് ഇങ്ങനെ ആരോരുമില്ലാത്ത, സ്വന്തക്കാരൊന്നും അല്ലാത്ത, ആരോരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. കഷ്ടപ്പെടുകയല്ല, ആ കഷ്ടപ്പാട് അവർക്കൊരു സംതൃപ്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു, അത് അങ്ങേയറ്റ ആത്മാർത്ഥമായിട്ട് അവരത് ചെയ്യുന്നു. ഇങ്ങനെ ഇവരിത് ചെയ്യുമ്പോൾ ഏതായാലും എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുകയില്ല. ചെയ്യാവുന്നത് ഇവരെ സഹായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന പോലെ ഇവിടെ എല്ലാം വന്ന് ശരിക്കും സഹായിക്കുന്നുണ്ട്. അവരെപ്പം വിളിച്ചാലും ഞാൻ വരാനും തയ്യാറാണ്. എന്താവശ്യപ്പെട്ടാലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെല്ലാം ഞാൻ നോക്കാറുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ദൈവം നൽകിയ ക്ലിനിക്കിലൂടെ സമൂഹത്തിനും അദ്ദേഹം സേവനം ചെയ്യുന്നു. പാവപ്പെട്ട രോഗികളെ സൗജന്യമായി ഡോക്ടർ ഇവിടെ പരിചരിക്കുന്നു. ഈ ക്ലിനിക്കിലൂടെ തൻ്റെയും കുടുംബത്തിൻ്റെയും ഉപജീവനത്തിനാവശ്യമായവ അദ്ദേഹം കണ്ടെത്തുന്നു. ഈ വൃദ്ധസദനങ്ങളിൽ ഞാൻ വരുന്ന സമയം എനിക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം, എൻ്റെ ക്ലിനിക്കിൽ. പക്ഷേ ഞാൻ അതിനെക്കാട്ടിൽ വില കൽപ്പിക്കുന്നത് ഇതാണ്, അവിടെ ഇരുന്നാൽ എനിക്ക് പണം ഉണ്ടാക്കാം. ഇവിടെ അതല്ല, പണമല്ല വലുത്. ഇവിടെ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന സംതൃപ്തി, അതാണ് വലുത്. സംതൃപ്തിയും ഇവിടുത്തെ അന്തേവാസികൾക്കുള്ള അവരുടെ സന്തോഷവും അവരുടെ ആ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ മുഖത്തെ ആ പുഞ്ചിരിയും അത് കാണുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയൊരു റിവാർഡ് എനിക്ക് കിട്ടാനില്ല എന്നൊരു ധാരണയിലാണ് ഞാൻ. ധാരണയല്ല, അനുഭവത്തിലൂടെ അല്ലെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാനിതിൽ. എനിക്കിത് നിർത്താൻ പറ്റില്ല. ഇത് പിന്നെ ഇവരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം, അവരുടെ ആ സന്തോഷവും കാണണം. അതാണ് എൻ്റെ ലക്ഷ്യം. എത്ര പണം കിട്ടിയാലും ഇതിനൊക്കെയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അങ്ങനെയാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വർഷങ്ങളായിട്ട്, ഇത്രയും വർഷമായിട്ട് ഞാനിത് 25 വർഷമായി ഇങ്ങനെ ഇവിടെയൊക്കെ വരാൻ തുടങ്ങിയിട്ട്. എങ്കിലും ഇത് ഇപ്പോഴും എനിക്ക് ഈയിടെ എങ്ങാണ്ടോ ഈ അടുത്ത കാലത്ത് തുടങ്ങി എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ദൈവാനുഗ്രഹമൊന്നും ഇല്ലെങ്കിൽ ഇന്നും ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മളത് അനുഭവിച്ചറിഞ്ഞാലേ ഇത് പറയാനൊക്കെ ഉള്ളൂ. നമ്മൾ ഈ സർവീസ് എന്നൊക്കെ എപ്പോഴും എല്ലാം പറയും. പക്ഷേ സർവീസ് ഈസ് ഡിവൈൻ. അത് മനസ്സിലാക്കിക്കൊണ്ട്, പക്ഷേ അത് ചെയ്യേണ്ടത് ആർക്കാണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. ഒരു വിധത്തിലും നമുക്കൊന്നും തരാൻ പറ്റുകയില്ലാത്തവർക്ക് വേണം ചെയ്യാൻ. അല്ലാത്തവന് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചിലപ്പം തിരിച്ച് ഇത്രയും കൂടെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അത് വലിയ കാര്യമില്ല, അല്ലെങ്കിലോ വലിയ കാര്യമായി പോയി എന്നുള്ള രീതിയിലായിരിക്കും അവരെടുക്കുന്നത്. പക്ഷേ നിസ്സഹായരായിട്ടുള്ള ഇപ്പോൾ ഇവിടെ ഈ വൃദ്ധമന്ദിരങ്ങളിലൊക്കെ ഉള്ളവരെ പോലുള്ളവർക്ക് ചെയ്താലേ അവർക്കൊന്നും തരാനൊക്കെ ഇല്ല. അവർക്ക് തരാവുന്ന ഒരു പുഞ്ചിരി മാത്രം, അതിൻ്റെ വിലയാണ് നമ്മൾ നോക്കേണ്ടത്. അത് പണമായിട്ട് നമുക്ക് യാതൊരു കമ്പാരിസണും ഇല്ല. ആ ദൈവാനുഗ്രഹം, ദൈവം ഒന്നുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവില്ല. ദൈവം സഹായിച്ച് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു എൻ്റെ കാര്യങ്ങൾ. പണത്തിൻ്റെ കുറവുകൊണ്ട് ഒരു കാര്യവും നടക്കാതെ വന്നിട്ടില്ല. ഇവിടെ ഇരുന്നിരുന്നേ കുറേ കൂടെ കാശുണ്ടാക്കി വന്നിരുന്നാൽ അത് വേറെ വഴിക്ക് പോയാലും തമ്പുരാൻ്റെ ഇഷ്ടമാണ് ഇതൊക്കെ. തമ്പുരാൻ്റെ പരിപാലനയും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടും സന്തോഷമായിട്ടും സംതൃപ്തിയായിട്ടും ഞാൻ കഴിയുന്നു. ഈ വൃദ്ധമന്ദിരങ്ങളിൽ സേവനം അനുഷ്ഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ച പല ഘടകങ്ങളുണ്ട്. ജീവിതത്തിലെ അനുഭവങ്ങളും പലതുമായിട്ട് അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിലുള്ള കുട്ടനാട് എന്ന സ്ഥലത്താണ്. എൻ്റെ ബാല്യകാല സ്മരണകൾ അവിടമായിട്ട് കണക്ട് ചെയ്താണ് വരുന്നത്. അതിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ ഈ ഓർമ്മയിൽ വരുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. കായിത്ര തോമാച്ചി അറിയപ്പെട്ടിരുന്നു. വളരെ സർവീസ് മൈൻഡഡ് ആയിരുന്നു അന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിൽ അതാണ് വന്നിരിക്കുന്നത്. സാധുക്കളും കഷ്ടപ്പെടുന്നവരെ ആരെ കണ്ടാലും എന്ത് സഹായവും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്. ആ വല്യപ്പന് അപ്പച്ചി എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പച്ചിയെ രോഗികളെയാണ്, അതായത് എന്ത് രോഗം ഉണ്ടെങ്കിലും അപ്പച്ചിക്ക് ഒരു ഒറ്റമൂലി ഉണ്ടായിരുന്നു, ചട്ടി, അതായത് നമ്മുടെ മൺചട്ടി ചൂടാക്കി വെക്കുന്ന ഒരു ചികിത്സ. അതൊന്നും ഇപ്പോൾ ആരോടും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ഇപ്പോൾ അത് പറഞ്ഞാൽ അറിയാവുന്നവർ തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല.
പക്ഷേ അത് വളരെ ഫേമസ് ആയിരുന്നു അന്ന് അവിടെയൊക്കെ, എല്ലാവരെയും ആശ്വസിപ്പിച്ചിരുന്നു വല്യപ്പനെ. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അതുപോലെ പിന്നെ വല്യപ്പനെ സംബന്ധിച്ച് വിശന്ന ഒരാൾ വന്നാൽ അവന് ഭക്ഷണം കൊടുക്കാതിരിക്കില്ല. അത് ഗസ്റ്റ് തന്നെ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ധർമ്മക്കാരൻ അതിൽ വരികയാണെങ്കിൽ അവനോട് ആദ്യം ചോദിക്കുന്നേടാ നീ വല്ലതും കഴിച്ചോന്ന്. ഞാനിതെല്ലാം കേട്ടിട്ടുണ്ട്. അത്ര എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ എടുക്കുന്ന പോലെ എൻ്റെ മനസ്സിൽ ഇതുപോലെ ഓർമ്മകൾ നിൽപ്പുണ്ട്. നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പറയുകയാലും മിക്കവാറും ഇല്ല എന്നാണ് പറഞ്ഞ്. വല്യപ്പനും എടുത്ത് വെച്ചിരിക്കുന്ന ചോറാണെങ്കിലും അന്ന് ചോറ് വേറെ ഇല്ലെങ്കിൽ പോലും അത് എത്ര പ്രാവശ്യം എടുത്ത് കൊടുക്കുന്ന ഞാൻ എൻ്റെ നേരിൽ കണ്ടതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ അത് കണ്ട് ആ സർവീസ് കണ്ടാണ് ഞാൻ വളർന്നത്. ക്രമേണ ഈ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യാൻ പറ്റുന്നത്, ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് മെഡിക്കൽ പ്രൊഫഷൻ എന്നെനിക്ക് ക്രമേണ മനസ്സിലായി വന്നു. അങ്ങനെ വന്ന് ഞാൻ ഏതാണ്ട് ഒരു ഹൈസ്കൂളിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഉറച്ച തീരുമാനം അങ്ങ് എടുത്തത് ഇനി ഒരു ഡോക്ടർ ആകണമെന്നുള്ളത്. പിന്നെ പ്രീ ഡിഗ്രിയും BScയും എൻ്റെ വല്യപ്പൻ്റെ അനിയനൊരച്ഛൻ ഫാദർ KJ ആൻ്റണി കായിത്തറ, അദ്ദേഹത്തിൻ്റെ ഒരു അപ്പസ്റ്റോളിക് സ്കൂൾ നടത്തിയിരിക്കുകയായിരുന്നു. സേക്രഡ് ഹാർട്ട് അപ്പസ്റ്റോളിക് സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം അപ്പസ്റ്റോളിക് സ്കൂള്. ഞാൻ അവിടെ നിന്നാണ് പ്രീ ഡിഗ്രിയും BScയും പഠിക്കുന്നത്. അച്ഛൻ്റെ സാരോപദേശങ്ങൾ, അച്ഛനെ ഇപ്പോൾ വെരി സെയിൻറ്റ്ലി മാൻ. അദ്ദേഹം ആ സർവ്വ സേവനങ്ങളെപ്പറ്റിയും മറ്റുള്ളവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് എന്നോടെന്നല്ല പലരോടായിട്ട് പറയുന്നതൊക്കെ എപ്പോഴും ഞാൻ കേട്ടിരുന്നു. അത് എന്നെ ഈ സേവനത്തിലേക്ക്, അല്ലെങ്കിൽ സർവീസാണ് ലോകത്തിലെ ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഒരു വലിയ ഇത് നമുക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കണം, അങ്ങനെ അല്ലെ അതാണ് വലുതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായി. പ്രീ ഡിഗ്രി കഴിഞ്ഞു ഐ വാസ് ദ ഗോൾഡ് മെഡലിസ്റ്റ് ദെയർ. പ്രീ ഡിഗ്രി SB കോളേജിലാണ് പഠിച്ചത്. അന്ന് എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് BSc കഴിഞ്ഞിട്ടാണ് മെഡിസിന് കിട്ടുന്നത്. പഠനകാലത്ത് ഉള്ള എനിക്ക് ഈ സർവീസിൽ ഇതിനെ ഒരു വളരെ സഹായിച്ച ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് ഞങ്ങളുടെ സീനിയേഴ്സ്, ഞാൻ ക്ലിനിക്കിൽ ചെന്നപ്പോൾ മുതലുള്ളതാണ്, ഞങ്ങളുടെ സീനിയേഴ്സ് തുടങ്ങി വെച്ചു. അവിടെ കൈതവന ഇമാക്കുലേറ്റ് ഹാർട്ട് ചർച്ച് എന്ന ഒരു പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും പിന്നെ ഒരു ഫ്രീ ക്ലിനിക്ക് നടത്തിയിരുന്നു. അത് ഞങ്ങളുടെ സീനിയേഴ്സ് തുടങ്ങി. ഞാൻ അവിടെ ചെന്നപ്പം മുതൽ ഒരു 2-3 വർഷത്തേക്ക് ഞാൻ തന്നെ അതിൻ്റെ ഫുൾ ചാർജിൽ നടത്തിയിരുന്നു. അതിന് മെഡിസിൻസ് കളക്ട് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് പ്രൊഫസേഴ്സിൻ്റെ അടുത്തുനിന്നും ഒക്കെ ആയിട്ട് മെഡിസിൻസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു അവിടെ കൊടുത്തു. ആ ഒരു ഫ്രീ ക്ലിനിക്ക് തന്നെയായിരുന്നു. അതിൻ്റെ റെക്കോർഡ് ഇപ്പോഴും പള്ളിയിലുണ്ട്. അത് ചെയ്യുമ്പോൾ അവിടെ വരുന്നവരുടെ ആ സന്തോഷവും സംതൃപ്തിയും വളരെ തന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ, ഇങ്ങനെയുള്ള സർവീസിലേക്ക് വരുവാനായിട്ട്. MBBS പാസ്സായി കഴിഞ്ഞ ഹൗസ് സർജൻസി പീരീഡിൽ എനിക്ക് വളരെ മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഈ സർവീസിലേക്ക് നയിക്കാനായിട്ട്. എനിക്ക് സർജറി പോസ്റ്റിങ്ങിലായിരുന്ന കാലത്ത് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ വാർഡിലേക്ക് ചെല്ലുമ്പോൾ, അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ ഭയങ്കര ഫൗൾ സ്മെല്ലിംഗ് ആയിരുന്നു. എന്താണെന്ന് സിസ്റ്ററിനോട് ചോദിച്ചു. സിസ്റ്ററിൻ്റെ ക്യാബിനിലോട്ട് കയറി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കിടപ്പുണ്ട്, അങ്ങേരുടെ മണമാണെന്ന് പറഞ്ഞു. ഞാൻ ബാക്കി പേഷ്യൻ്റ് കൂടെ ചെന്ന് നോക്കുന്നതിനൊപ്പിച്ച് അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. വളരെ പരിതാപകരമായിരുന്നു ആ അവസ്ഥ. ഞാൻ പയ്യെ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം ഏതാണ്ട് ഒരു ലെവലാക്കി. 2-3 ദിവസം കൊണ്ട് ആ മണം കംപ്ലീറ്റ് മാറി. അപ്പോൾ ആരും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇത്, വർഷങ്ങൾ മുമ്പുള്ള അനുഭവമാണിത്. ആരും ഇല്ലാത്ത ആ മനുഷ്യന് അതിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി തുടങ്ങി. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അയാൾക്കൊരു സന്തോഷം, അത് കാണുമ്പോൾ എനിക്ക് അതിലും സന്തോഷം. അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സേവനത്തിലേക്ക്, അല്ലെ ഈ ഒരു സർവീസിലേക്ക് ഞാൻ അടുത്ത് തുടങ്ങിയത്, അല്ലെ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. അത് ആ ഒരു മാസം മുഴുവൻ അദ്ദേഹത്തെ ആ പേഷ്യൻറ്റിനെ ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്യുമായിരുന്നു. അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഹൗസ് സർജൻസി ഡ്രസ്സിങ്ങൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തിരുന്നു. എല്ലാവരും ഒന്നും ചെയ്യാൻ നിന്നിരുന്നില്ല. എങ്കിലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഡ്രസ്സിങ് ഞാൻ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെ അത് ചെയ്ത് ആ പോരുന്നിടം വരെ ആ മനുഷ്യന് യാതൊരു കുഴപ്പം സ്മെല്ലും ഇല്ല. ഐ വാസ് വെരി ഹാപ്പി, വളരെ സന്തോഷത്തോടെ ഇരുന്നു. അപ്പോൾ ഒരു മാസമായി എൻ്റെ പോസ്റ്റിങ് തീരുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ ഞാൻ ആ പേഷ്യൻറ്റിനോട് പറഞ്ഞ് ഇന്നൂടെ ഞാൻ ഉണ്ടാവുകയുള്ളൂ ഡ്രസ്സ് ചെയ്യാനെന്ന് പറഞ്ഞ്. അതെന്നാന്ന് ചോദിച്ചു. നാളെ എനിക്ക് വേറെ സ്ഥലത്ത് പോകണം എന്നാണ്. പൊട്ടിക്കരഞ്ഞ ആ മനുഷ്യൻ. ഞാനും ആ കൂടെ അങ്ങ് വല്ലാതായി. അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഞാനൊരു വിധത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചില്ല, ഞാൻ നാളെ ഇതിലേ വരാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞാൻ അവിടുന്ന് പോയി. പിറ്റേ ദിവസം എന്നാൽ ആ പേഷ്യൻ്റ് ഒന്ന് കണ്ടുകളയാമെന്ന് കണ്ട് അവിടെ ചെന്നപ്പോൾ സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സിസ്റ്റർ ഇന്നലെ തന്നെ ആ പേഷ്യൻ്റ് ഡെത്തായി പോയി എന്ന് പറഞ്ഞു. അത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അയാളുടെ ആ സന്തോഷവും അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അങ്ങനെയാണ് ഞാൻ ഇതിനോടൊക്കെ ഇങ്ങനെ
നിസ്സഹായരായിട്ടുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതി കൂടുതലായിട്ട് എന്നിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ വൃദ്ധസദനങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നതിന് എന്നെ പ്രേരിപ്പിക്കുന്ന, എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ആരോരുമില്ലാത്തവർക്ക് സേവനം ചെയ്യണമെന്ന ഡോക്ടറിൻ്റെ ആഗ്രഹത്തെ ഈ രീതിയിൽ സഫലമാക്കാൻ സഹായിച്ചത് ഒരു കൂട്ടം വ്യക്തികളും ഒരു പ്രസ്ഥാനവുമാണ്. സേവനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിലൂടെ അനേക നന്മകൾ ചെയ്യാൻ ഡോക്ടർ ഇന്നും പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ തേർത്തലിൽ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് സർവീസ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി എന്നിലുണ്ടായിരുന്നത് ലയൺസ് ക്ലബ്ബിൽ എത്തുന്നതിനോടുകൂടിയാണ് പൂർത്തീകരിക്കുന്നത്. ലയൺസ് ക്ലബിനെ പറ്റി മനസ്സിലാക്കാനിടയായി അതിൻ്റെ കോഡ് ഓഫ് എത്തിക്സും ഒബ്ജക്റ്റീവ്സും മനസ്സിലായപ്പോൾ ഇത് എനിക്ക് പറ്റിയൊരു രംഗമാണല്ലോ എന്ന് മനസ്സിൽ തോന്നി. അതിനെ ബേസ് ചെയ്ത് പിന്നീട് ഉള്ള പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ക്ലബിലെ ചാർട്ടർ മെമ്പറായി ചേർന്ന് ആദ്യത്തെ വർഷം തന്നെ ഒരു മീറ്റിങ്ങിൽ ഈ ചാണകക്കുണ്ടിലുള്ള കരുണാലയത്തിലെ സിസ്റ്റർ ലളിത അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഞങ്ങളുടെ ഒരു മീറ്റിംഗ് വന്ന് സംസാരിച്ചു. അന്ന് ഞാൻ ഫസ്റ്റ് വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്കറിയാം അടുത്ത വർഷം ഞാൻ തന്നെയാണ് പ്രസിഡൻ്റ് എന്നുള്ളത് ഞങ്ങളുടെ രീതി അനുസരിച്ച്. സിസ്റ്ററിൻ്റെ ഈ സംസാരം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോൾ ഇതൊരു നല്ല വേദിയാണല്ലോ, അല്ലെങ്കിൽ ഇതൊരു നല്ല അവസരമാണല്ലോ എന്ന് ഉണ്ടായി എനിക്ക് തന്നെ മനസ്സിൽ തോന്നിയ ഒരു പ്രോജക്റ്റാണ് ഈ ലയൺസ് ക്ലിനിക്ക്. ഞാൻ കോൺവെൻറ്റിൽ പോയി, ഓൾഡ് ഏജ് ഹോമിൽ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സിസ്റ്ററിനെ കണ്ട് സംസാരിച്ചു, ക്ലബ്ബിൽ അവതരിപ്പിച്ചു. ഡയറക്ടർ ബോർഡ് പൂർണ്ണമായി സഹകരിച്ചു. എല്ലാവരും ഐകണ്ഠ്യേന തന്നെ പാസ്സാക്കി അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി. അങ്ങനെയാണ് ഈ ലയൺസ് ക്ലിനിക്ക് തുടങ്ങുന്നത്. അത് തുടങ്ങിയിട്ട് ഇപ്പം 25 വർഷം തികഞ്ഞിരിക്കുകയാണ്. 25ാമത്തെ വർഷമാണിത്. അവിടത്തേക്ക് ആവശ്യമുള്ള മരുന്നുകൾ ക്ലബ്ബിൽ നിന്ന് കിട്ടുന്നു. അതായത് മരുന്ന് ഞാൻ തന്നെയാണ് വാങ്ങുന്നതെങ്കിലും അതിൻ്റെ ബില്ല് ക്ലബ്ബിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് റീഫണ്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇവരുടെ എല്ലാം സഹായത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് എനിക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഈ ഒരു സമൂഹം ഇങ്ങനെ എൻ്റെ ബാക്കിൽ ഇല്ലെങ്കിൽ എനിക്കിത് തുടർന്നുകൊണ്ട് പോകാനും ബുദ്ധിമുട്ട് വരും. മറ്റൊന്നുമല്ല, ഓരോ വർഷവും ഓരോ പ്രോജക്റ്റായിട്ട് ഇതങ്ങ് വരും. പുതുതായിട്ട് വരുന്ന പ്രസിഡൻ്റുമാർ അതിലൊത്തിരി എൻകറേജ് ചെയ്യും. എന്നെ ഇതുവരെ ഈ 25 വർഷവും വന്ന പ്രസിഡൻ്റുമാരെല്ലാം വളരെയധികം എൻകറേജ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രോജക്റ്റായിട്ട് ഞാൻ കൊണ്ടുപോകുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. പിന്നെ അങ്ങനെ വന്നാണ് ഇത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. ആലക്കോട് ലയൺസ് ക്ലബിൻ്റെ പ്രോഗ്രാം മാനേജരാണ് ഞാൻ. എൻ്റെ പേര് CU ഇമ്മാനുവൽ. ആലക്കോട് ലയൺസ് ക്ലബ്ബ് 1996 സ്ഥാപിതമായതിനു ശേഷം അതിൻ്റെ 2ാമത്തെ വർഷം ബഹുമാനപ്പെട്ട ലയൺ ഡോക്ടർ KJ തോമസ് കായിത്തറ ഈ ക്ലബിൻ്റെ പ്രസിഡൻ്റായി സ്ഥാനമേറ്റു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ആശയമാണ് ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രസിഡൻ്റായി തുടങ്ങിയതിന് ശേഷം ലയൺസ് ക്ലിനിക്ക് എന്ന പേരിൽ ഒരു ജീവകാരുണ്യ ചികിത്സാ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നമ്മുടെ ചാണകക്കുണ്ടിനടുത്തുള്ള കരുണാപുരത്തെ വൃദ്ധമന്ദിരത്തിലും പിന്നീട് കാസർഗോഡ് ജില്ലയിലുള്ള കടുമേനിയിലും തുടർന്ന് താബോറിലും ചെറുപുഴയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ചികിത്സാ പദ്ധതികൾക്ക് തുടക്കമായി. എനിക്ക് ഡോക്ടറെ വളരെ മുൻപ് തന്നെ വളരെ അടുത്ത് പരിചയമുണ്ട്. പ്രത്യേകിച്ച് പാവങ്ങളോട്, സാധുക്കളോടൊക്കെ വലിയ കരുണയോടുകൂടിയുള്ള ഒരു പെരുമാറ്റ ശൈലി. അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ഡിഗ്രി എടുത്തതിന് ശേഷം തൻ്റെ നാട്ടിൽ തന്നെ
നാട്ടിലുള്ള പാവങ്ങൾക്ക് എന്നെക്കൊണ്ട് ഉപകാരം കിട്ടണം എന്നുള്ള ആശയത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിച്ചത്. വൈദ്യശാസ്ത്ര മേഖലയിൽ, മെഡിക്കൽ ഫീൽഡിൽ ധാരാളം തെറ്റായ പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിന് വിപരീതമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തന ശൈലിയാണ് ഡോക്ടർ കൊണ്ടുവരുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ധാരാളം പണം സമ്പാദിക്കാൻ ഒത്തിരി മാർഗങ്ങളും സാധ്യതകളും മേഖലകളും ഉണ്ടായിരുന്നു. പക്ഷെ അതിലോട്ടൊന്നും പോകാതെ ദൈവത്തിൻ്റെ ആ ആഗ്രഹമനുസരിച്ച് തന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നും അർഹതപ്പെട്ടവരെ സഹായിക്കണമെന്നുമുള്ള മനോഭാവത്തോടു കൂടി പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ കഴിവും സമയവും ഒരു പരിധിവരെ മാറ്റിവെക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. എൻ്റെ പേര് ലയൺ അജിത് വർമ്മ. 1996 ഇവിടെ ആലക്കോട് ക്ലബ്ബ് തുടങ്ങുന്ന കാലം മുതൽ ഞാൻ മെമ്പറാണ്, അതായത് ചാർട്ടർ മെമ്പറാണ്. 3-ാമത്തെ വർഷം ക്ലബിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടു മുമ്പ് 2-ാം വർഷമാണ് ഡോക്ടർ KJ തോമസ് ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആവുന്നതും ആ വർഷം തന്നെ കരുണാപുരത്തുള്ള വൃദ്ധമന്ദിരത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അത് ഇതുവരെ 25 വർഷമായിട്ടൊരു മുടക്കം കൂടാതെ അദ്ദേഹം ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, ഇത് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒറ്റയ്ക്കുള്ള സേവനമാണെങ്കിലും പുറത്ത് അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോഴൊക്കെ അത് ക്ലബിൻ്റെ പ്രോജക്റ്റായിട്ടാണ് അവതരിപ്പിക്കാറ്, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം എന്ന നിലയ്ക്കല്ല. ഇതിനുള്ള കയ്യിൽ നിന്നെടുക്കുന്ന ചിലവുകൾ പോലും ക്ലബിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് കാണിച്ച് നമ്മുടെ പ്രോജക്റ്റായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കാറ്. അതുപോലെ ക്ലബിൽ നിന്നും മരുന്നുകളും ഒരു മാസം ഇത്ര രൂപയുടെ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഡോക്ടറുടെ തന്നെ സേവനം നോക്കിയാൽ ശുശ്രൂഷയിൽ മാത്രമല്ല, നിരവധി കുട്ടികളെ, വളരെ ദരിദ്രരായുള്ള കുടുംബത്തെ കുട്ടികളെ 10ാം ക്ലാസ് വരെയുള്ള പഠനത്തിൻ്റെ ചെലവ് അദ്ദേഹവും മറ്റ് മെമ്പർമാരും ചെയ്യാറുണ്ട്, ഡോക്ടർ ഉൾപ്പെടെ ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം വരെ ഒരു കുട്ടിയെ, റേറോം ഭാഗത്തുള്ള ഒരു കുട്ടിക്ക് 10ാം ക്ലാസ് വരെയുള്ള എല്ലാ പഠന ചെലവുകളും അദ്ദേഹം നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം സഹായം ചെയ്യും. പക്ഷെ അതിലും ആ കോൺട്രിബ്യൂഷനും ലയൺസ് ക്ലബിൻ്റേതായിട്ടാണ് അദ്ദേഹം കാണിക്കുക, അല്ലാണ്ട് കയ്യിൽ നിന്ന് എടുക്കുന്നതായിട്ടല്ല. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തന്നെയാണ് ആലക്കോട് ലയൺസ് ക്ലബ്ബ് തന്നെ ഡോക്ടറുടെ നേതൃത്വം മുതൽക്ക് തന്നെ തുടങ്ങിയത്. അതായത് നമ്മൾ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി എന്നല്ല, മറിച്ച് നാട്ടിലെ എന്തൊക്കെയാണോ കുറവുകൾ ആ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതിന് അംഗീകാരം കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിലും സാരമില്ല, നമ്മളത് ചെയ്യേണ്ടത് ചെയ്യും. ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ മുഖമുദ്ര വി സെർവ് എന്നാണ്. ആ ഒരു ചിഹ്നം, ആ ഒരു വാക്യം ഏറ്റവും കൂടുതൽ അന്വർത്ഥമാക്കിയ വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ KJ തോമസ്, യാതൊരു സംശയവുമില്ല. എന്നല്ല, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ എത്തിക്സിലും എല്ലാവർക്കും, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കെന്ന് മാത്രമല്ല ഏത് പ്രൊഫഷണൽസിനും സ്വീകരിക്കേണ്ടുന്ന ആ എത്തിക്കൽ മാതൃക അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ തന്നെ നിലനിർത്തി പോയിട്ടുമുണ്ട്. ചുറ്റുമുള്ളവരിൽ ദൈവത്തെ കണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെ അവർക്ക് സേവനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് തോമസ് ഡോക്ടർ. ഇദ്ദേഹത്തിന് തൻ്റെ പരസ്നേഹ പ്രവർത്തന മേഖലയിലേക്ക് ഒരേ ഒരു ഫോൺ കോളിൻ്റെ ദൂരം മാത്രമേയുള്ളൂ.